ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൈനാപ്പിൾ പച്ചടിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിളായിരിക്കണം. എങ്ങാനും മധുരമില്ലാത്ത പൈനാപ്പിളാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്താ ചെയ്യേണ്ടത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പൈനാപ്പിളിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഇത് വെക്കാനായിട്ട്. അപ്പോൾ അത് വെന്തിട്ട് വരട്ടെ. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2-3 ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കാൻ പാകത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു കപ്പ് നല്ല കട്ടി തൈരാണ് ചേർക്കേണ്ടി വന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പുളി കൂടുതൽ വേണം എന്നുള്ളവർക്ക് തൈര് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അതല്ല തൈര് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് തൈര് കൂട്ടിയോ കുറുക്കുകയോ എങ്ങനെയാണെങ്കിൽ ചെയ്ത് നമുക്ക് പച്ചടി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങയും തൈരൊക്കെ നല്ലതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ മാറി നല്ല കട്ടിയായി വരും. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം എടുത്തു വെച്ച് നമുക്ക് ഈ കറി ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ല നമ്മളിതുപോലെ വെള്ളം വറ്റിക്കാതെയാണ് ഈ കറി എടുത്ത് വയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ തീർത്തിരിക്കുന്നത് അല്ലെങ്കിൽ കേടായി പോവും. അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്നിട്ട് പറ്റിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഈ സെയിം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പാവയ്ക്ക പച്ചടി, മാങ്ങ പച്ചടി അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൽ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കരുത്. ആ കറി ഒരു വെളുത്ത തൈര് ചാറ് പോലെയാണ് അതിരിക്കുന്നത്. വെളുത്ത കറിയായിരിക്കും. അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കരുത്. ഇതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടിയും ചെയ്യാം. അതിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി അതൊരല്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ഇതിൽ ചേർത്തേക്കണം. അതേപടി തന്നെ നമ്മൾ ചേർത്താൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കും. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ വയലറ്റ് മുന്തിരി ഉണ്ടല്ലോ, ആ മുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. സാധാരണ പൈനാപ്പിൾ ഇതുപോലെ കറി വയ്ക്കുമ്പോൾ നമ്മളതിൽ മുന്തിരിയും കൂടിയും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. കുറച്ച് നേരം നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. അപ്പോൾ പൈനാപ്പിൾ പച്ചടി
കറക്റ്റ് അളവിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാം. അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയട്ടെ. ഇതിലേക്ക് നമുക്കൊരു ഉണക്കമുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലും ഞാൻ എല്ലാ ദിവസവും ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.